ടീം മാറ്റ് കമന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 47/2023 ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. മൊത്തം 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ 10 ചോദ്യങ്ങൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നു. ബാക്കി 10 ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതോ. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ ഇപ്പോൾ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 6.3 ഇൻറ്റു 6.3 പ്ലസ് 2 ഇൻറ്റു 6.3 ഇൻറ്റു 3.7 പ്ലസ് 3.7 ഇൻറ്റു 3.7? നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യും തോന്നും. പക്ഷേ നേരെ മറിച്ച് എ എന്ന് പറഞ്ഞ് 6.3 എ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ബി ആയിട്ട് 3.7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്താൽ ഇതിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? 6.3 ഇൻറ്റു 6.3 മീൻസ് എ ഇൻറ്റു എ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു ബി. ഇതെന്താ ശരിക്കും? എ ഇൻറ്റു എ സ്ക്വയർ, 2 ഇൻറ്റു എ ഇൻറ്റു ബി 2ab പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതെന്തുവാ? ദിസ് ഇസ് നത്തിങ് ബട്ട് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. എയുടെ വാല്യൂ എന്താ? 6.3, ബിയുടെ വാല്യൂ എന്തുവാ? 3.7 ദ ഹോൾ സ്ക്വയർ. 6.3യും 3.7 കൂട്ടി നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. The decimal equivalent to 1/5 plus 1/4 plus 3/10. അതായത് ഈ 3 ഫ്രാക്ഷൻസോടെ കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്ന എന്ത് ഡെസിമൽ നമ്പറിന് ഇക്വിവാലന്റ് ആയിരിക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ നോക്കിക്കേ, 1/5, 1/4, 3/10 ഇങ്ങനെ കിട്ടുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എല്ലാ നമ്പറിന്റെയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 10ന്റെ മൾട്ടിപ്പിൾസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും എളുപ്പം. 1/5 ഇതിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2/10 എന്ന് എഴുതാനായിട്ട് പറ്റും. ദെൻ 1/4 10ന്റെ മൾട്ടിപ്പിൾ ആക്കണമെങ്കിൽ 4 ഇൻറ്റു 25 100ആണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 25 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് 3/10, 3/10, 3/10. അത് അതേപടി എഴുതുക. സോ നമ്മൾ നോക്കിയാൽ ഈ പറയപ്പെടുന്ന 2/10 എന്ന് പറഞ്ഞാൽ എന്തുവാ? 0.2. 3/10 എന്ന് പറഞ്ഞാൽ എന്തുവാ? 0.3. ഇനി 25/100 എന്ന് പറഞ്ഞാൽ 0.25. കാരണം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് ഇൻട്രൊഡ്യൂസ് 0.25. അപ്പൊ എന്തൊക്കെ തമ്മിൽ കൂട്ടണ്ടേ? 0.2ഉം 0.3ഉം 0.25 തമ്മിൽ കൂട്ടണം. 5, 3, 2, 5, 2, 7, 0.75. സോ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്ഷൻ സി 0.75 എന്ന് കിട്ടും. അടുത്ത ചോദ്യം: 22.5% ഓഫ് 400. 22.5% 400 കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. അപ്പോൾ വളരെ സിമ്പിളാണ്. 22.5% പെർസെൻറ്റേജിനെ കൺവേർട്ട് 22.5% എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്. സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ 22 ഇൻറ്റു 2 24 പ്ലസ് 1 25. 22 ഇൻറ്റു 2 44, 44 പ്ലസ് 1 45, 45 ഡിവൈഡഡ് ബൈ 2. സോ ഇത് 22 ശതമാനം 45/2 ശതമാനമാണ്. സോ നമുക്കറിയാം പെർസെൻറ്റേജിനെ മാറ്റി കഴിഞ്ഞാൽ 1/100 എന്നുള്ള ടേംസിൽ എഴുതാം. അതായത് നമുക്ക് ഇതിനെ എന്ത് എഴുതാം? 45/2 ഡിവൈഡഡ് ബൈ 100. കറക്റ്റാ? ദെൻ ഓ 400 എന്തിന്റെ? 400ന്റെ മൾട്ടിപ്ലൈഡ് വിത്ത് 400. ഈ 0 ക്യാൻസലായി, ഈ 0 ക്യാൻസലായി പോയി. 4നെ നമ്മൾ എന്ത് ചെയ്യാം? 4നെ 2നെ ക്യാൻസൽ 2 കിട്ടി. 45 ഇൻറ്റു 2 90. എന്ത് കിട്ടി? ഓപ്ഷൻ എ 90 ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ 22.5% എന്ന് പറഞ്ഞാൽ 22.5 ഡിവൈഡഡ് ബൈ 100 ആണ് ഇതിന്റെ അർത്ഥം. ഇപ്പൊ 22.5നെ 45/2 ഇൻറ്റു 100 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 6/2 ഇൻറ്റു 10/4 ഇൻറ്റു 15/3 ഡിവൈഡഡ് ബൈ 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം. 6 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 ഇൻറ്റു 3 ആണ്. 2 ഇൻറ്റു 3 ഹോൾ റൈസ് ടു 2 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 5 ആണ്. സോ 2 ഇൻറ്റു 5 ഹോൾ റൈസ് ടു 4. 15 എന്ന് പറയുന്നത് എന്തുവാ? 3 ഇൻറ്റു 5 ആണ്. 3 ഇൻറ്റു 5 ഹോൾ റൈസ് ടു 3 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? 2/6 ഇൻറ്റു 3/5 ഇൻറ്റു 5/6 എന്ന് എഴുതാനായിട്ട് പറ്റും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. എന്ത് കിട്ടും? 2/2 ഇൻറ്റു 3/2 ഇൻറ്റു 2/4 ഇൻറ്റു 5/4 ഇൻറ്റു 3/3 ഇൻറ്റു 5/3. കറക്റ്റാ? 2/2, 3/2, 2/4, 5/4, 3/3, 5/3 ഡിവൈഡ് ബൈ 2/6 ഇൻറ്റു
3 raised to 5 into 5 raised to 6. ഇവിടെ നോക്കിയേ 2 square 2 raised to 4. അപ്പോൾ a raised to x into a raised to y എന്ന് പറയുമ്പോൾ a raised to x plus y ആണ്. അപ്പോൾ 2 raised to 2 into 2 raised to 4 എന്ന് പറയുമ്പോൾ 2 raised to 2 plus 4 അതായത് 2 raised to 6. 3 raised to 2 into 3 raised to 3 എന്ന് പറയുമ്പോൾ 3 raised to 2 plus 3 3 raised to 5. 5 raised to 4 into 5 raised to 3 എന്ന് പറയുമ്പോൾ 5 raised to 4 plus 3 that is equal to 5 raised to 7 divided by 2 raised to 6 into 3 raised to 5 into 5 raised to 6 എന്ന് കിട്ടും. നമുക്കിവിടെ 2 raised to 6നെയും 2 raised to 6നെയും ക്യാൻസൽ ചെയ്യാം. 3 raised to 5നെയും 3 raised to 5നെയും ക്യാൻസൽ ചെയ്യാം. 5 raised to 7 by 5 raised to 6 എന്ന് പറയുമ്പോൾ a raised to x by a raised to y, a raised to x minus y, a raised to 7 minus 6 equal to 5 raised to 1 equal to 5. So option D ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഡൺ. സോ അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫൈൻഡ് എക്സ് ഇഫ് 5:7 equal to x is to 35. 5:7 equal to x is to 35. 5:7 means what? 5 by 7 equal to x is to 35 means x by 35. നമുക്ക് ഈ 7നെ 35 എങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് x is equal to 5 into 5 equal to 25. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ആൻ എമൗണ്ട് ഈസ് 10,000 of an amount of 10,000 for 2 years is 2,400. What is the compound interest for 2 years for the same principal amount? 10,000 രൂപയ്ക്ക് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയത് 2,400 രൂപയാണെങ്കിൽ കൂട്ടുപലിശയിൽ എത്ര രൂപയായിരിക്കും പലിശ കിട്ടുക? സോ 10,000 രൂപയ്ക്ക്, സോ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ 10,000 rupees multiplied with rate of interest r by 100, number of years 2 വർഷം equal to 2,400. ഈ 2 0 ഈ 2 0 ക്യാൻസലായി, ഈ 0 ക്യാൻസലായി. ബാക്കി എന്തുണ്ട്? r into 2 equal to 24. ഇപ്പുറത്തോട് എടുത്താൽ r is equal to 24/2 equal to 12. പലിശ ശതമാനം എത്രയാണ്? പലിശ എന്ന് പറയുന്നത് 12%. സോ നമ്മുടെ പലിശ നിരക്ക് 12% എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. സോ പലിശ നിരക്ക് 12% ഇത് കൂട്ടുപലിശയിൽ നമുക്ക് എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പൊ കൂട്ടുപലിശ തന്നിട്ടുണ്ട്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. 2 വർഷത്തെ കാലയളവിലേക്കാണ് തരുന്നതെങ്കിൽ അവ തമ്മിലുള്ള പലിശ വ്യത്യാസം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഡിഫറൻസ്, അതായത് കൂട്ടുപലിശയും സിമ്പിൾ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ടു എൻ. പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ടു എൻ. അതായത് ഇവിടെ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്കറിയില്ല. therefore ഡിഫറൻസ് വിൽ ബി ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 10,000 രൂപ. പലിശ ശതമാനം എത്രയാ? 12 ഡിവൈഡ് ബൈ 100. എത്ര വർഷം? 2 വർഷത്തേക്ക്. അപ്പൊ നമുക്ക് 2 പ്രാവശ്യം വരും. 12 ഡിവൈഡ് ബൈ 100. കാരണം 12/100 റൈസ് ടു 2. സോ 12/100 ഇൻറ്റു 12/100. സോ ഈ 2 0 ക്യാൻസലായി, ഈ 2 0 ക്യാൻസലായി. 12 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 144. അപ്പൊ എത്രയാണ് പലിശയിൽ വ്യത്യാസം എന്ന് പറയുന്നത്? 144 രൂപയായിരിക്കും. എപ്പോഴും കൂട്ടുപലിശ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് 2,400 രൂപയാണെങ്കിൽ കൂട്ടുപലിശ എന്ന് പറയുന്നത് അതിനോട് കൂടി 144 രൂപയുടെ കൂട്ടിയാൽ 2,544 രൂപയായിരിക്കും കൂട്ടുപലിശയായിട്ട് വരിക. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. Find the radius in centimeter of a sphere whose volume is 36 pi centimeter cube. അതായത് ഒരു സ്ഫിയറിന്റെ വോളിയം 36 pi centimeter cube ആണെങ്കിൽ അതിന്റെ റേഡിയസ് എന്ത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 pi r ക്യൂബ് ആണ്. 4/3 pi r ക്യൂബ് എന്ന് പറയുന്നത് 36 പൈ ആണെങ്കിൽ ഈ പൈയും ക്യാൻസൽ ആയി പോയി. 4 കൊണ്ട് 36നെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 9 കിട്ടി. അങ്ങനെയാണെങ്കിൽ r ക്യൂബ് ഈക്വൽ ടു 9 ഇൻറ്റു 3 27 എന്ന് കിട്ടി. 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബാണ്. therefore റേഡിയസ് വിൽ ബി ഈക്വൽ ടു 3. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ചോദ്യം. The first term and the last term of an arithmetic progression is 144 and 300 respectively, and the common ratio is 3. Find out the number of terms in the progression. So basically ഈ ചോദ്യത്തിനകത്തൊരു തെറ്റുണ്ട്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് കോമൺ റേഷ്യോ എന്നതിന് പകരം കോമൺ ഡിഫറൻസ് എന്നായിരുന്നു വരേണ്ടത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ ടേം 144 ആണെങ്കിൽ, സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 144 ആണെങ്കിൽ അതിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 300 ആണ് എങ്കിൽ
കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന 3 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക. വളരെ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ലാസ്റ്റ് ടേം എത്രയാണ്? 300 മൈനസ് 144 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. 300-ൽ നിന്ന് 144 പോയാൽ 300-ൽ നിന്ന് 144 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 156 കിട്ടും. സോ 156 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 എന്ന് കിട്ടും. 156-നെ 3 ഡിവൈഡ് ചെയ്താൽ 32 പ്ലസ് 1 33. സോറി 156-നെ 3 ഡിവൈഡ് ചെയ്താൽ 52 കിട്ടും. 52 കിട്ടും. 52 പ്ലസ് 1 53. സോ 53 ഓപ്ഷൻ എ ഇവിടെ ആൻസർ ആയിട്ട് എടുക്കാം. ബട്ട് ഇവിടെ ടെക്നിക്കൽ ആയിട്ട് ടേം കോമൺ റേഷ്യോ എന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിപ്പോയി. അതിന് പകരം അത് കോമൺ ഡിഫറൻസ് ആയിരുന്നെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വന്നേനെ. അടുത്ത ചോദ്യം, ആവറേജ് മാർക്ക് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് 25. ഇഫ് 1 more student is joined in this group, average changes to 24. What is the mark of the new student? അതായത് ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ മൊത്തം സ്കോർ എത്ര വരും? 25 × 10 250 ആയിരിക്കും ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. ഒരു സ്റ്റുഡന്റ് കൂടെ വന്നു. ആ സ്റ്റുഡന്റ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആവറേജ് സ്കോർ 24 ആയി. ആവറേജ് സ്കോർ 24 ആയി. അപ്പൊ സ്റ്റുഡൻസിന്റെ എണ്ണം 14 ആയി. ഇപ്പൊ സ്റ്റുഡൻസിന്റെ എണ്ണം 11 ആയി. അപ്പൊ 11 സ്റ്റുഡൻസിന്റെ ടോട്ടൽ സ്കോർ എന്ത് വരും? 11 × 24. സോ അല്ലെങ്കിൽ 24 × 11 264 ആയിരിക്കും. സോ 250 എന്ന് പറയുന്നത് 10 സ്റ്റുഡൻസിന്റെ ടോട്ടൽ സ്കോർ ആണ്. 264 എന്ന് പറയുന്നത് 11 സ്റ്റുഡൻസിന്റെ ടോട്ടൽ സ്കോർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം 14 ആയിരിക്കും പുതുതായിട്ട് വന്ന സ്റ്റുഡന്റിന്റെ സ്കോർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എ മാൻ വാക്സ് 600 meters along a street in 5 minutes. Find its speed in km/h. അതായത് 600 മീറ്റർ 5 മിനിറ്റ് കൊണ്ട് നടന്നാൽ അദ്ദേഹത്തിന്റെ സ്പീഡ് km/h കണ്ടുപിടിക്കാം. സോ 600 മീറ്റർ ഈ ടൈമിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റാം. സോ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 60 300 സെക്കൻഡ്. 300 സെക്കൻഡ്. അപ്പോൾ നമ്മളുടെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ്? 600 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 300 സെക്കൻഡ് ഈക്വൽ ടു 10 ക്യാൻസൽ ചെയ്താൽ 0 ക്യാൻസൽ ആയി 6/3 എന്ന് പറയുമ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് km/h മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? 2 × 18/5. സോ എന്ത് കിട്ടും? 36/5. 36/5 എന്ന് കിട്ടും. 36/5 എന്ന് പറയുന്നത് എന്ത് വരും? സോ 7 5 35 ശിഷ്ട 1 പോയിന്റ് 0 പോയിന്റ് കിട്ടി. I2 10. സോ എന്ത് കിട്ടും? 7.2. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പാർട്ടിനെ ചോദിച്ച 20 ചോദ്യങ്ങളിലെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിലെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.